ഈ പാഠത്തിൽ നമ്മൾ ഫോട്ടോഷോപ്പിലെ സെലക്ട് ചെയ്ത ചിത്രഭാഗങ്ങളെ കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. നോർമലി മറ്റേതൊരു സോഫ്റ്റ്വെയറിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫോട്ടോഷോപ്പിലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ സെലക്ഷൻ ചെയ്യുന്ന വിധത്തിലാണ് ഇവിടെ വ്യത്യാസമുള്ളത്. ഫോട്ടോഷോപ്പിൽ സെലക്ഷൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഉറുമ്പ് അരിക്കുന്ന പോലെയുള്ള ഒരു ആൻഡ് മാർച്ചിങ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ സംവിധാനം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് കോപ്പി എന്ന കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഒരു സെലക്ഷൻ കമാൻഡ് സെലക്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എഡിറ്റ് മെനുവിലെ കോപ്പി എന്ന കമാൻഡ് ആക്ടിവേറ്റ് ചെയ്ത് ലഭിക്കുന്നത്. എന്നാൽ ഒരു സെലക്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ കോപ്പി കമാൻഡ് നമുക്ക് ലഭിക്കുന്നതല്ല. ഇനി ഫോട്ടോഷോപ്പിൽ കോപ്പി ചെയ്യുന്നതിന് കീബോർഡിൽ നിങ്ങൾ Ctrl+C പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+Insert കീ പ്രസ് ചെയ്യാം. എന്നാൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന കോപ്പി കീ ആണ് ഫോട്ടോഷോപ്പിൽ മാത്രമായിട്ടുള്ള F3 എന്ന ഫംഗ്ഷൻ കീ. F3 ഫംഗ്ഷൻ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ഷൻ കോപ്പി എടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ F4 ഫംഗ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതുമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യുന്നതിന് സാധാരണഗതിയിൽ Ctrl+V ആണ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ കീബോർഡിൽ എന്താ പറയാ F4 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോഷോപ്പില് അല്ലെങ്കിൽ അഡോബിന്റെ മിക്കവാറും സോഫ്റ്റ്വെയറുകളിൽ പേസ്റ്റ് കമാൻഡ് നിർവഹിക്കാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മറ്റൊരു സംഗതി, നമ്മളൊരു കോപ്പി ചെയ്ത് ശേഷം പേസ്റ്റ് ചെയ്യുമ്പോൾ അതേ ചിത്രത്തിലോ മറ്റൊരു ചിത്രത്തിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ പേസ്റ്റിംഗ് നടക്കുന്നത് ഒരു എക്സ്ട്രാ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും പേസ്റ്റിംഗ് നടക്കുന്നത്. ഇവിടെ നോക്കാം. ഇവിടെ ഈ ഒരു ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവിടെ ഉള്ളത്. അതായത് നോർമൽ ചിത്രമാണെന്ന്. ഇതിൽ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന ഭാഗം പേസ്റ്റ് ചെയ്തു. നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ളത് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തപ്പോ അത് ഒരു അഡീഷണൽ ലെയർ ആഡ് ചെയ്തതിന് ശേഷമാണ് ആ പേസ്റ്റിംഗ് വന്നിരിക്കുന്നത്. മറ്റൊരു സംഗതി പറയാനുള്ളത്, ഈ പേസ്റ്റിംഗ് തന്നെ നടക്കുന്നത് ഒരു ആക്റ്റീവ് ലെയറിന്റെ സെന്റർ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും സെന്റർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ പേസ്റ്റിംഗ് നടക്കുന്നത്. എവിടെ നിന്ന് കോപ്പി എടുത്തു കഴിഞ്ഞാലും വേണ്ടില്ല, പേസ്റ്റിംഗ് നടക്കുമ്പോൾ ആ പേസ്റ്റിംഗ് നടക്കുന്നത് ഒരു സെന്റർ ബേസ് ചെയ്തിട്ടുള്ള സംഗതിയിൽ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരു ലെയറിന്റെ സെന്റർ ഭാഗം ലഭിക്കുന്നതിന് ഇവിടെ നോക്കാം. ഇവിടെ ഒരു റെക്ടാംഗിൾ മാർക്കറ്റ് ടൂൾ, സിംഗിൾ റോ മാർക്കറ്റ് ടൂൾ ഒരെണ്ണം എടുത്ത് അതിനുശേഷം ഇവിടെ സിംഗിൾ കോളം മാർക്കറ്റ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തു. ഇപ്പൊ ഒരു സെലക്ഷൻ നിലവിലുണ്ട്. സെലക്ഷൻ നിലവിലുള്ള സമയത്ത് F3 പ്രസ് ചെയ്തു, കോപ്പി എടുത്തു. ഇതിനുശേഷം പേസ്റ്റ് ചെയ്തു, F4 പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഈ പേസ്റ്റിംഗ് നടന്നിരിക്കുന്നത് ചിത്രത്തിന്റെ സെന്ററിലായിരിക്കും. കേട്ടോ, നമ്മളിവിടെ ഈ സെലക്ഷന് വേണ്ടി ഉപയോഗിച്ച സെലക്ഷൻ ചിത്രത്തിന്റെ രണ്ട് അഗ്രങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ അത് സെൻട്രൽ അല്ല എന്നുള്ള ഒരു ഫീലിംഗ് വന്നിരിക്കുന്നത്. കാരണം ആക്ച്വലി സെൻട്രൽ തന്നെയാണ്, പക്ഷെ മുഴുവൻ ചിത്രത്തിന്റെ ലെങ്തിലാണ് ഇപ്പോൾ ഈ സെലക്ഷന്റെ പരിധികൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സെൻട്രലൈസ് ആയിട്ട് തോന്നാത്തത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ ഉദാഹരണം തന്നെ നമുക്കൊന്ന് ആവർത്തിക്കാം. ഞാനിവിടെ ഒരു സിംഗിൾ റോ മാർക്കറ്റ് ടൂളും സിംഗിൾ കോളം മാർക്കറ്റ് ടൂളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഇതിന്റെ ഒരു ചെറിയ ഭാഗം ലഭിക്കുന്നതിന്, അതായത് ഈ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ലഭിക്കുന്നതിന് ഒരു റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പാർട്ടിലേക്ക് സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെലക്ഷന് പുറത്തുള്ള ഭാഗമെല്ലാം റിമൂവ് ചെയ്ത് പോയി. കേട്ടോ, ഇതിനുശേഷം ഞാൻ F3 പ്രസ് ചെയ്തു, കോപ്പി എടുത്തു. അതിനുശേഷം F4 പ്രസ് ചെയ്തു. അപ്പോൾ സെലക്ഷൻ കോപ്പി വന്നിരിക്കുന്നത്, പേസ്റ്റ് ആയിരിക്കുന്നത് ഒരു ന്യൂ ലെയറിലാണ്. ഇവിടെ നമ്മൾ പുതിയ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിടക്കുന്നത് നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുതിയ ക്യാൻവാസിലെ അതേ പേസ്റ്റിംഗ് ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ നോക്കാം, ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഉടനെ ആ പേസ്റ്റിംഗ് വന്നിരിക്കുന്നത് ആ ക്യാൻവാസിലെ സെന്റർ പോർഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ക്യാൻവാസിൽ സെലക്ഷൻ വന്നിരിക്കുന്നത് അർത്ഥം. അപ്പോൾ നമ്മൾ ഒരു സെലക്ഷൻ കോപ്പി ചെയ്തതിന് ശേഷം മറ്റൊരു തലത്തിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ
ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുകയും ആ ലെയറിന്റെ സെന്ററലൈസ് ആയിട്ടായിരിക്കും പേസ്റ്റിംഗ് നടക്കപ്പെടുന്നത്. മറ്റേതൊരു സോഫ്റ്റ്വെയറിലേതും പോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സംവിധാനവും മറ്റും ഫോട്ടോഷോപ്പിലും ഒരുപോലെ തന്നെയാണ്. ഇതിൽ ഉപയോഗിക്കുന്ന കീ കമാൻഡ്സ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സെലക്ഷൻ ചെയ്യേണ്ട ആവശ്യം കോപ്പിക്ക് മുമ്പ് ഉണ്ട്. അതായത് കോപ്പി എടുക്കേണ്ട ഭാഗം സെലക്ഷൻ ചെയ്ത് ഫോട്ടോഷോപ്പിനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതിനായിട്ട് ഞാനൊരു സെലക്ഷൻ ചെയ്യുകയാണ്. സെലക്ഷൻ അങ്ങനെ കൊടുക്കാം. അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്നും ഇവിടെ കോപ്പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. കോപ്പി എന്ന കമാൻഡ് സ്വീകരിക്കാം. കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പി സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കോപ്പി സ്വീകരിച്ചു. ഇനി ഇത് മറ്റൊരു തലത്തിൽ മറ്റൊരു ഇതേ എന്താ പറയാ ചിത്രത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ക്യാൻവാസിലോ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ പേസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആ ഭാഗം തുറന്നു വെക്കാം. അപ്പോൾ ഇതേ ചിത്രത്തിലാണ് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന ഭാഗം കൊടുക്കാം. അപ്പോൾ അതിലെ ഒരു പേസ്റ്റ് ആയി. അതല്ലെങ്കിൽ മറ്റൊരു ഇടത്ത്, അതായത് മറ്റൊരു ക്യാൻവാസിൽ, ഇപ്പോൾ ഒരു പുതിയ ക്യാൻവാസ് ആണ് അതെങ്കിൽ ആ ക്യാൻവാസിൽ നമ്മൾ എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് കമാൻഡ് കൊടുത്തുകൊണ്ട് പേസ്റ്റ് അടിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പേസ്റ്റിംഗ് നടക്കുമ്പോൾ ആ പേസ്റ്റിംഗ് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലാണ് പേസ്റ്റിംഗ് നടക്കുന്നത്. ഇപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ ബേസിക് ലെയർ ആണ്. അതായത് ചിത്രം എന്നുള്ള ലെയർ ആണ് ബേസിക് ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലെയർ 1 എന്നത് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തപ്പോൾ വന്ന ഒരു ലെയർ ആണ്. കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും എഡിറ്റ് മെനു ഉപയോഗിക്കുന്നു എന്ന് നാം പഠിച്ചു. ഇത് കൂടാതെ കീബോർഡിൽ കോപ്പി ചെയ്യുന്നതിന് Ctrl+C എന്ന് പ്രസ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുന്നതിന് Ctrl+V എന്ന് പ്രസ് ചെയ്യാം. ഇനി ഫോട്ടോഷോപ്പിന് മാത്രമായിട്ടുള്ള ഒരു കമാൻഡ് കീ ആണ്. കോപ്പി ചെയ്യുന്നതിന് F3 എന്ന ഫംഗ്ഷൻ കീ ഉപയോഗിക്കാം. പേസ്റ്റ് ചെയ്യുന്നതിന് F4 എന്ന ഫംഗ്ഷൻ കീ ഉപയോഗിക്കാം. കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു വരുന്നത് F3 എന്ന കമാൻഡ് കോപ്പി ചെയ്യുന്നതിനും F4 എന്ന കമാൻഡ് പേസ്റ്റ് ചെയ്യുന്നതിനുമാണ്. അത് ഫോട്ടോഷോപ്പിൽ അതുപോലെ തന്നെ ഇല്ലസ്ട്രേറ്റർ പോലുള്ള അഡോബിന്റെ 1-2 സോഫ്റ്റ്വെയറുകളിലാണ് ഈ കമാൻഡ് കീ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രത്തിൽ നമ്മൾ ഒരു ഭാഗം കോപ്പി എടുത്ത്, ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഈ ഒരു മൂല ഭാഗമാണ് കോപ്പി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പീസ് കോപ്പി എടുത്തു. ഈ കോപ്പി എടുത്ത ഭാഗം നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യാണ്. സെലക്ട് കോപ്പി F3 പ്രസ് ചെയ്തു, കോപ്പി ചെയ്തു. F3 പ്രസ് ചെയ്ത് കോപ്പി ചെയ്തു. അതുപോലെ തന്നെ F4 പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഇതേ ചിത്രത്തിൽ തന്നെയാണ് പേസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ആ പേസ്റ്റിംഗ് വന്നിരിക്കുന്നത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആണ് വന്നിരിക്കുന്നത്. ഈ ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഈ പേസ്റ്റിംഗ് നടത്തപ്പെടുന്നതിനും ചില സ്വഭാവങ്ങളുണ്ട്. അത് വഴിയെ വിശദമാക്കാം. പറഞ്ഞു വരുന്നത്, ഒരു പേസ്റ്റിംഗ് നടക്കുമ്പോൾ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി മറ്റൊരു തലത്തിൽ പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതില് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്തത് ഒരു പുതിയ തലത്തിൽ അല്ലെങ്കിൽ ഒരു അതല്ലാത്ത മറ്റൊരു ചിത്രത്തിൽ പേസ്റ്റിംഗ് നടത്തുകയാണ്. ഇവിടെ പേസ്റ്റിംഗ് നടക്കുന്നതിന്റെ പ്രധാന 2 സംഗതികൾ ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, അതേ ചിത്രത്തിൽ തന്നെ പേസ്റ്റിംഗ് നടക്കുമ്പോൾ എവിടെ നിന്നാണോ കോപ്പി എടുത്തത് അവിടെ തന്നെയാണ് പേസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ തന്നെയാണ് പേസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. എന്നാൽ ഒരു ചിത്രത്തിന്റെ ചിത്രഭാഗം കോപ്പി എടുത്തതിന് ശേഷം അടുത്ത വേറെ ഏതെങ്കിലും തലത്തിലാണ് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് പേസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സെന്റർ ഭാഗത്തായിരിക്കും അങ്ങനെ പേസ്റ്റിംഗ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആവശ്യാനുസരണം നമുക്ക് ഇതിനെ നീക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു പേസ്റ്റിംഗില് ഒരു പൊസിഷനിങ് നടക്കുന്നുണ്ട്. ആ പൊസിഷനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. മറ്റൊരു സംഗതി, കോപ്പി എടുക്കുന്ന ലെയർ, ആക്റ്റീവ് ലെയറിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മളിവിടെ 3 ലെയറുകൾ ഉണ്ട്. 3 ലെയറുകളാണുള്ളത്. ഒരു ലെയർ ബാക്ക്ഗ്രൗണ്ട് ലെയർ, രണ്ടാമത്തെ ലെയർ
മൂന്നാമത്തെ ലെയർ, ഇങ്ങനെ 3 ലെയറുകളുണ്ട്. 3 ലെയറുകളിലും ഒന്നില് ചിത്രഭാഗം ഫുൾ ആയിട്ടുണ്ട്, മറ്റൊന്നില് അല്പാൽപമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഞാനത് ഓഫ് ചെയ്യാം. ഇവിടെ നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയറിൽ ആകെയുള്ള ചിത്രഭാഗം ഇത്രയേ ഉള്ളൂ, മൂന്നാമത്തെ ലെയറിൽ ചിത്രഭാഗം ഇത്രയുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആക്റ്റീവ് ലെയർ എന്ന കൺസെപ്റ്റ് വളരെ പ്രധാനമാണ്. ഇവിടെ നോക്കാം, ഈ സെലക്ഷൻ നിലനിൽക്കുന്ന അവസരത്തിൽ ചിത്രഭാഗം ഇല്ലാത്ത ഒരിടത്ത് നമ്മൾ സെലക്ഷൻ നടത്തുകയാണ്. ചിത്രഭാഗങ്ങളൊന്നും ഇല്ലാത്തെന്ന് പറഞ്ഞാൽ അവിടെ ചിത്രത്തിന്റെ യാതൊന്നുമില്ല, ഒരു ബ്ലാങ്ക് ഗ്ലാസ് പീസ് പോലെയുള്ള സംഗതിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സെലക്ഷൻ നടത്തുന്നത്. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കോപ്പി ചെയ്തു, അതിനുശേഷം പേസ്റ്റ് ചെയ്തപ്പോൾ ചിത്രഭാഗത്തിന്റെ അല്പമെങ്കിലും കോപ്പിയുടെ പരിധിയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പേസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലെയറിൽ, മൂന്നാമത്തെ ഒരു ലെയറിലാണ് പേസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ആക്റ്റീവ് ലെയർ രണ്ടാമത്തെ ലെയർ ആയിരിക്കാം. രണ്ടാമത്തെ ലെയറിൽ നമുക്കറിയാം ഒരു തരി ഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചിത്രത്തിന്റെ ഭാഗമുള്ളത്, മറ്റു ഭാഗങ്ങളിൽ ഗ്ലാസ് പീസാണ് ഉള്ളത്. ആ ലെയർ ആക്റ്റീവ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി കമാൻഡ് കൊടുക്കുന്നു, F3 പ്രസ് ചെയ്യാം. ഇപ്പോ നമുക്കറിയാം സെലക്ട് ചെയ്തിട്ടുള്ള ആ ലെയറിൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത് ആക്ച്വലി ചിത്രത്തിന്റെ യാതൊരു അംശം പോലും ഇല്ല എന്ന്. അങ്ങനെ വരുമ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ could not complete the copy command because the selected area is empty എന്ന ഒരു മെസ്സേജ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച ലെയറിലല്ല നമ്മളുടെ സെലക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് എംപ്റ്റി സെല്ലിനെ കോപ്പി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു മറ്റൊരു വായന കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ലെയർ സെലക്ഷൻ നിലനിൽക്കെ തന്നെ നമുക്ക് ലെയറിന്റെ ആക്റ്റീവ്നെസ് മറ്റൊരു ലെയറിലേക്ക് മാറ്റാം. അതിനുശേഷം ആവശ്യാനുസരണം കോപ്പി കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ വന്നിട്ടുള്ള എന്താ പറയുക ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ മെസ്സേജ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നതല്ല. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി മറ്റൊരു സംഗതി കൂടി കോപ്പി കമാൻഡിൽ പഠിക്കാനുണ്ട്. കോപ്പി പേസ്റ്റ് ആൻഡ് കോപ്പി ലെയർ മെർജ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതിനായിട്ട് ഇപ്പോ ഇവിടെ ഈ ചിത്രത്തില് നമ്മുടെ വർക്ക് ചെയ്യുന്ന ഈ ക്യാൻവാസിൽ 2 ലെയറുകളാണ് ഉള്ളത്. ഒന്ന് ഇവിടെ ഈ ചിത്രം, രണ്ടാമത്തത് ബേസിക് ആയിട്ടുള്ള ഈ ലെയറാണ് ഉള്ളത്. ആക്റ്റീവ് ലെയർ ആയിട്ട് നിൽക്കുന്നത് മുകളിലുള്ള ലെയറാണ്, അതായത് ഈ ചിത്രത്തിന്റെ ലെയറാണ്. ഒരു സെലക്ഷൻ കൊടുക്കുകയാണ് റെക്ടാംഗിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. ഒരു സെലക്ഷൻ, എല്ലാ സെലക്ഷൻ ടൂളിനും ഇത് ബാധകമാണ്. നമ്മളിവിടെ റെക്ടാംഗിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെലക്ഷൻ കൊടുക്കുകയാണ്. ഇവിടെ സെലക്ഷൻ കൊടുക്കുമ്പോൾ ഞാനിവിടെ ഈ സെലക്ഷനെ 2 ചിത്രത്തിലേക്കും കവർ ചെയ്യുന്ന നിലക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ അവസ്ഥയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ലെയർ 1 ആയിരിക്കുന്ന ഈ അവസരത്തിൽ നാം കോപ്പി കമാൻഡ് കൊടുക്കണം. എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി കമാൻഡ് കൊടുത്തു, അല്ലെങ്കിൽ കീബോർഡിൽ F3 പ്രസ് ചെയ്യാം. ശേഷം ഇവിടെ നോക്കുക, ഞാനിവിടെ ഇതില് ഒരിടത്ത് പേസ്റ്റ് ചെയ്തു. നോക്കുക, നമ്മള് സെലക്ഷൻ പാർട്ട് ഇവിടെ ഈ ചിത്രത്തിലേക്കും ഈ പൂവിന്റെ ചിത്രമുള്ള ക്യാൻവാസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും പേസ്റ്റിംഗ് നടന്നിരിക്കുന്നത് വെറും ആക്റ്റീവ് ലെയറിലെ കണ്ടന്റ് മാത്രമാണ് പേസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഈ സെലക്ഷനിൽ കാണുന്ന മുഴുവൻ ഏരിയയും ഇൻക്ലൂഡിങ് നമ്മുടെ ബാക്കിൽ കാണുന്ന, അതായത് ആക്റ്റീവ് ലെയറിൽ ഇല്ലാത്ത കണ്ടന്റ് കൂടി നമുക്ക് സെലക്ഷൻ കോപ്പിയുടെ പരിധിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി മെർജ്ഡ് എന്ന ഒരു രീതി സ്വീകരിക്കാം. കോപ്പി മെർജ്ഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇപ്പൊ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ 2 ഭാഗവും, അതായത് ചിത്രത്തിന്റെ ആക്റ്റീവ് ലെയറിന്റെ ഭാഗവും അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ലെയറിന്റെ ഭാഗവും കൂടി കോപ്പിയുടെ പരിധിയിൽ വരികയും പേസ്റ്റിംഗ് സാധ്യമാക്കുകയും ചെയ്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ പേസ്റ്റിംഗ് കമാൻഡുമായി നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കുന്നത്.